അഡ്വക്കേറ്റ് വി ആർ അനൂപ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തിപരമായി നേരിട്ട അധിക്ഷേപത്തെക്കുറിച്ച്, കുടുംബത്തെ അധിക്ഷേപിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് അധിക്ഷേപം നേരിട്ടിട്ടും ഇതെല്ലാം ഉണ്ടായിട്ടും കഴിഞ്ഞ 5 വർഷമായി യാതൊരു പ്രലോഭനത്തിനും വഴങ്ങാതെ പാർട്ടിയിൽ തുടരുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. പ്രലോഭനം എന്ന വാക്ക് ജി സുധാകരൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു പ്രലോഭനം ഉണ്ടാകണമെങ്കിൽ അത് എതിർചേരിയിൽ നിന്നും ആകണം. അത് കോൺഗ്രസിൽ നിന്നുമായിരുന്നോ? ഇനി അങ്ങോട്ടേക്കാണ് അദ്ദേഹം വരാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ജി സുധാകരനായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണോ കോൺഗ്രസ്? അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഇവിടെ ജി സുധാകരനെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് പ്രായപരിധിയുടെ പേരിലാണല്ലോ. ഇപ്പോൾ പ്രായം, വാർദ്ധക്യം, ജരാനരകൾ എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്ന പ്രപഞ്ച സത്യങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ പിണറായി വിജയനെ ഇതെന്തുകൊണ്ട് ബാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നമില്ലേ? ഇവിടെ ഈ നരകൾ ബാധിക്കാതിരിക്കാൻ, പ്രായം ബാധിക്കാതിരിക്കാൻ, ഇപ്പോഴും നിത്യ യൗവനത്തിൽ തുടരാൻ പിണറായി വിജയൻ എന്ത് വിപ്ലവ രസായന കൂട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള പ്രശ്നം കേരളീയ പൊതുസമൂഹത്തിൽ മാത്രം നിൽക്കുകയാണെന്നേ. ഈ പറയുന്ന പാർട്ടി മാനദണ്ഡങ്ങൾ പ്രായപരിധിയുടെ ഇതൊന്നും ബാധിക്കാതെ പിണറായി വിജയനെ മനുഷ്യ തുല്യമല്ലാത്ത ദൈവാവതാരമാക്കി നിലനിർത്തുന്ന എന്ത് എന്നുള്ള ചോദ്യം ജി സുധാകരൻ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഗോവിന്ദൻ മാസ്റ്ററുടെ കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പറയാണ്, ഒരു പുഷ്പം മാത്രം ഞാൻ പൂങ്കുലയിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു ഗാനം മാത്രം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒരു മുറി മാത്രം തുറക്കാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ CPM പാർട്ടി സെക്രട്ടറി പറയാണ് ഒരു നിയോജക മണ്ഡലം തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാമെന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് ഒരു വിപ്ലവ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന CPM മാറിയിരിക്കുകയാണെന്നേ. ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. അല്ല, കോൺഗ്രസിൽ പോലും, കോൺഗ്രസ് നിങ്ങൾ ബൂർഷോ പാർട്ടി എന്ന് വിളിക്കുന്ന പാർട്ടിയല്ലേ? CPM കോൺഗ്രസിലൊക്കെ നടക്കുമോ? ഒരു KPCC പ്രസിഡന്റ് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഒരു നിയോജക മണ്ഡലം റിസർവ് ചെയ്ത് വെച്ചിരിക്കല്ലേ? അങ്ങനത്തെ ഒരു സാഹചര്യം കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? ഒരു മണ്ഡലം പറഞ്ഞാൽ അവിടെ എത്ര എണ്ണം തിരിച്ചു പറയാൻ സാധിക്കും അനൂപ്? ഇപ്പൊ ഉമാ തോമസ് അടക്കം അങ്ങനെ എത്ര പേരാണ്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബാധിപത്യത്തെ കുറിച്ച് പറയാനുള്ള എന്ത് യോഗ്യതയാണ് കോൺഗ്രസ്? കോൺഗ്രസിനെ കുറിച്ച് എല്ലാ കാലത്തും CPM അടക്കമുള്ള ഉന്നയിക്കുന്ന ആക്ഷേപം ഞങ്ങളുടേതൊരു ബൂർഷാ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഉന്നയിക്കുന്ന ആക്ഷേപം ഒരു തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന CPM എടുത്ത് അണിയാണ്. അതിലൊരു പ്രശ്നം കൂടിയുണ്ട്. നോക്കൂ, നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ MV ഗോവിന്ദന്റെ ഭാര്യ എന്നത് മാത്രം, അങ്ങനെ ഒരു ടാഗ് മാത്രം അവർക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് അനൂപ. അത് പൊതുവിൽ ഈ സമൂഹത്തിനുള്ള ഒരു പുരുഷാധിപത്യ മനോഭാവത്തിന്റെ, കാഴ്ചയുടെ, ചിന്തയുടെ പ്രശ്നമാണ്. അതല്ലാത്തൊരു ഐഡന്റിറ്റി, സ്വന്തമായുള്ള സ്ത്രീയാണ് അവർ പാർട്ടിയിലൂടെ വളർന്നു വന്നവരാണ്. എന്താണ് അത് പരിഗണിക്കാത്തത്? MV ഗോവിന്ദന്റെ ഭാര്യയായി എന്നതുകൊണ്ട് അവരുടെ സംഘടനാ പാരമ്പര്യം മാറ്റി നിർത്തപ്പെടേണ്ടതാണോ? ഒരു കുഴപ്പമില്ലാന്നേ. ഈ പറയുന്ന ഇവർ ശൈലജ ടീച്ചർ എന്താ സ്ത്രീയല്ലേ? ഈ പറയുന്ന ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുമല്ലോ. തളിപ്പറമ്പിൽ ശൈലജ ടീച്ചർ വേണ്ട, മട്ടന്നൂർ വേണ്ട എന്ന് പറയുമ്പോഴും, പേരാവൂർ പോയി മത്സരിക്കണം എന്ന് പറയുമ്പോഴും, തളിപ്പറമ്പിൽ ഈ പറയുന്ന മറ്റേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയായ ടീച്ചർ വേണമെന്ന് പറയുമ്പോഴും, ഒരു ടീച്ചർ മത്സരിപ്പിക്കുന്നതിനും ഒരു ടീച്ചറെ മത്സരിപ്പിക്കാതിരിക്കുന്നതിനും ഒരു കാരണമുണ്ടെന്ന് ആർക്കറിയാത്തത്? ഇതിനെ നിങ്ങൾ വളരെ യാന്ത്രികമായി ഈ പറയുന്ന പുരുഷ മേധാവിത്വം എന്നൊക്കെ പറഞ്ഞ് സമീകരിക്കാൻ കഴിയുന്നൊരു പ്രശ്നമാണോ? അല്ല, ഞാൻ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടൊരു സ്ത്രീ അല്ല അവർ എന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഉദാഹരണങ്ങൾ കോൺഗ്രസിലാണ് എന്നത് അനൂപിനെ ഞാൻ സാന്ദർഭികവശാൽ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അല്ല, അതിനൊക്കെ കോൺഗ്രസിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ CPM പറയുന്നത് എന്താ? MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു സീറ്റ് എന്ന് പറയുന്നത് പിന്തുടർച്ചാവകാശമായി ഇവർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ കുറിച്ച് നിങ്ങൾ ഇന്നലകൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ നിങ്ങൾ തന്നെ ശരിവെക്കില്ലേ? ഇവിടെ ഞങ്ങളൊരു വ്യത്യസ്തമായ പാർട്ടിയാണെന്നും ഞങ്ങളൊരു വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നും പറയുന്ന ആളുകൾ, ഒരു CPM സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയുടെ പദവിയിൽ ഇരിക്കുമ്പോൾ ഒരു സീറ്റ് അങ്ങ് റിസർവ് ചെയ്ത് വെക്കുകയാണെന്നേ. അത് മാത്രമല്ല, നിങ്ങളതൊരു വാദത്തിന് വേണ്ടി അതൊക്കെ മാറ്റി നിർത്തിക്കോ. ഞാൻ പറഞ്ഞ പ്രായപരിധിയുടെ പ്രശ്നം, ഈ പ്രായം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കാര്യത്തിൽ എന്താണ് നിശ്ചലമാകുന്നത്? ഇപ്പോൾ ഹിന്ദു പുരാണങ്ങളിൽ മാർക്കണ്ഡേയനെ കുറിച്ച് പറയുന്നുണ്ട്, എന്നും 16 വയസ്സാണെന്നാണ്, അദ്ദേഹത്തിന് കിട്ടിയ വരമാണ്. അതുപോലെ ചവന മഹർഷി ചവനപ്രാശം കഴിച്ച് നിത്യയൗവനം നിലനിർത്തിയിട്ടുണ്ടെന്നാ. മാർക്കണ്ഡേയനോ ചവന മഹർഷിയോ ആണോ പിണറായി വിജയൻ? പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ പ്രായം ബാധിക്കാത്തത്? ഈ പറയുന്ന ജി സുധാകരനെ ബാധിക്കുന്ന പ്രായം, MM മണിയെ ബാധിക്കുന്ന പ്രായം പിണറായി വിജയന്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ബാധിക്കാതെ പോയി എന്നുള്ളത് ഒരു നിസ്സാര പ്രശ്നമായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? പിണറായി വിജയൻ ഇതിനൊക്കെ അപവാദമായി, ഇതൊന്നും പ്രായത്തിന്റെ ജരാനരയുടെ വാർദ്ധക്യമൊന്നും ഏശാത്ത ആളായി. അതുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്നത്.
അത് വളരെ കൃത്യമായൊരു പ്രശ്നമാണെന്നേ ജി സുധാകരൻ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ നിങ്ങൾ ഈ എം മണിയുടെ പ്രസ്താവന വന്നുല്ലോ, ഷുഗർ ഇല്ലാത്ത ആളുകൾ ആരാ, ഇത്തിരി രോഗങ്ങളില്ലാത്ത ആളുകൾ ആരാ, ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവർക്കും ഉണ്ടെന്നാ. പക്ഷെ പിണറായി വിജയൻ ഈ രോഗങ്ങൾക്കൊന്നും അതീതനായി ഇതൊന്നും ബാധിക്കാത്ത ആരോഗ്യ ദൃഢഗാത്രനായ ഒരാളാണെന്നും ബാക്കിയുള്ള ആളുകളൊക്കെ ആരോഗ്യ പ്രശ്നമുള്ള ആളുകളാണെന്നും പറയുമ്പോൾ ഇത് ആളുകൾ മനസ്സിലാക്കല്ലേ. ചില ആളുകൾക്ക് വേണ്ടി ഈ പാർട്ടി എന്ന നിലയിലേക്ക് ഇത് മാറിയുന്നേ. അപ്പൊ പിണറായി വിജയന്റെ താല്പര്യങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടി, അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അത് കോൺഗ്രസ് അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രതിരോധിക്കാൻ CPM കഴിയാതെ വരുന്നേ. കോൺഗ്രസ് എന്ന് പറയുന്ന, നിങ്ങൾ ഈ പറയുന്ന തൊഴിലാളി വർഗ പാർട്ടിയൊന്നും അല്ലാത്ത ഈ ഇടതുപക്ഷ ബൂർഷ്വാ പാർട്ടി എന്നൊക്കെ ഈ പറയുന്ന CPM പറയുന്ന കോൺഗ്രസിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രായപരിധി ലംഘിക്കുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി എന്നുള്ള അവസ്ഥ കേരളീയ പൊതുസമൂഹത്തിന്. ഇപ്പോൾ ഒരുപക്ഷെ ജി സുധാകരൻ ഉന്നയിക്കുന്നതിന് സമാനമായ പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ കോൺഗ്രസിനോട് ഉന്നയിച്ച ഒരാളായിരുന്നു KV തോമസ് അല്ലേ? ഇപ്പോൾ അന്ന് തോമസ് മാഷിന്റെ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്താണെന്നുള്ളത് കേരളം കണ്ടതാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി എന്തുമാത്രം ആക്ഷേപിച്ചു. അപ്പോൾ KV തോമസിനോട് സ്വീകരിച്ച നിലപാട് തന്നെയാണോ CPIM-നോട് അതേ കലഹത്തിൽ ഇറങ്ങാൻ പോകുന്ന ജി സുധാകരനോട് കോൺഗ്രസിനുള്ളത്? നോക്കൂ, KV തോമസിനോട് സ്വീകരിച്ച നിലപാടെന്നൊക്കെ പറഞ്ഞാൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ? KV തോമസ് ഈ പറയുന്ന സ്വതന്ത്ര ചുമതലയുള്ള ഈ വകുപ്പ്, ക്യാബിനറ്റ് പദവി ഇല്ലെങ്കിൽ പോലും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാൾ ആര്? AK ആന്റണിയെ പോലെ വയലറിവയിൽ പോലുള്ള ആളുകൾ നിൽക്കുമ്പോൾ അത്ര വലിയ പദവി കൊടുത്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. എത്ര ഇവിടെ മന്ത്രിയായിട്ടിരുന്നുണ്ടെന്ന ഒരാളാണ്. അപ്പോൾ KV തോമസിനോട് കോൺഗ്രസ് എന്തെങ്കിലും നീതികേട് കാണിച്ചു എന്ന് ജി സുധാകരൻ്റെ ഇവിടെ പ്രശ്നം വരുന്നത് എന്താ? ഒരു മാനദണ്ഡം നിങ്ങൾ മുന്നോട്ട് വെക്കുകയാണെന്നേ. ഒരു മാനദണ്ഡം, പ്രായപരിധി ഒരു മാനദണ്ഡമായി മുന്നോട്ട് വെക്കുന്നു. ആ മാനദണ്ഡം എന്ന് പറയുന്നത് MM മണിയെ പോലെ സുദീർഘമായ രാഷ്ട്രീയ അനുഭവമുള്ള ആൾക്ക് ബാധകമാക്കപ്പെടുന്നുണ്ട്. ഈ പറയുന്ന ജി സുധാകരന് ബാധകമാക്കപ്പെടുന്നുണ്ട്. പിണറായി വിജയനെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്ന ഘടകം എന്താ? ഈ പറയുന്ന ആളുകളൊന്നും രാഷ്ട്രീയമായ ത്യാഗത്തിന്റെ, ഭൂതകാലത്തിന്റെ അനുഭവങ്ങളില്ലാത്ത ആളുകളാണോ? ഇവിടെ ഒരാൾക്ക് വേണ്ടി ഒരു പാർട്ടി, മോദി എങ്ങനെയാണോ BJP-യിൽ എന്ന പോലെ കേരളത്തിനകത്ത് പിണറായി വിജയൻ ഒരു പാർട്ടി ഒരു നേതാവ് എന്ന അവസ്ഥയിലാവുന്നു എന്നുള്ളതാണ് പ്രശ്നം. വൺ പാർട്ടി വൺ ലീഡർ, അതാണ് പ്രശ്നം. ഈ പാർട്ടിയെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്രവും പതാകയും മുദ്രാവാക്യവുമായി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി മാറുകയാണ്. പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയായി ചുരുങ്ങാണ്. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് ലൂയി 14 പറഞ്ഞ പോലെ ഐ ആം ദ പാർട്ടി എന്ന് പിണറായി വിജയൻ പറയാണെന്ന്. അത് ഞങ്ങൾ പറയുന്നതല്ലല്ലോ. ജി സുധാകരൻ വളരെ പരസ്യമായി ചൂണ്ടിക്കാണിച്ചതും MM മണി രോഗമുള്ളത് എനിക്ക് മാത്രമാണെന്ന് ചോദിക്കുന്നതും ഇത് കൃത്യമായ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത് ചോദിക്കുന്നു, രണ്ടുപേർ ചോദിക്കുമ്പോൾ ഇത് ചോദിക്കാത്ത, ഈ ചോദ്യം തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ടെന്നേ ഈ പാർട്ടിയിൽ. അത് പ്രതിഫലിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.